ഗൈസ്, ഈവനിങ് ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനൊന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. കുബാബയിലോട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുബാബയിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ദേ അകത്തോട്ട് നടക്കുകയാണ്. അപ്പോൾ ഉണ്ണിയും ഞാനും കൂടെ ഇങ്ങനെ എപ്പോഴും വീഡിയോ എടുക്കും കേട്ടോ. നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഉണ്ണിയുടെ ഫോട്ടോസും വീഡിയോസുമാണ് എൻ്റെ ഫോൺ ഫുള്ള്. അങ്ങനെ നമ്മൾ അൽഫാം മന്തിയാട്ടോ ഓർഡർ ചെയ്തത്. കുബാബയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും മന്തി തന്നെയാണ് ഓർഡർ ചെയ്യാറ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇറങ്ങി ഞാൻ കുറേ നേരം നമ്മൾ ചുമ്മാ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കോട്ടോ. അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെറുതെ കുറേ നേരം അവിടെ നിന്നു. എന്തിനാണെന്നറിയില്ല, സംസാരിച്ചുകൊണ്ട് നിന്നാട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും പുറത്ത് ജ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചു കേട്ടോ. ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവർ ഇന്ന് തന്നെ തിരിച്ച് കാസർഗോഡിന് പോകും കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ലഗേജും എടുത്തിട്ട് ഇവരെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇറങ്ങിയത് റൈറ്റ് ടൈം ആണെങ്കിലും അതുവരെ ട്രെയിൻ റൈറ്റ് ടൈം ആയിരുന്നു കാണിച്ചിരുന്നത്. പക്ഷേ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഹാഫ് അവർ ലേറ്റ് ആയിരുന്നു കേട്ടോ ട്രെയിൻ. പിന്നെ കുറേ നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. ഇവരെ ട്രെയിനിൽ കയറ്റിയിട്ടാണ് നമ്മളെപ്പോഴും തിരിച്ചു പോകാറ്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയ്ക്കും കുറേ വീഡിയോസൊക്കെ എടുത്തു. ഉണ്ണിയുടെ കോപ്രായങ്ങളാണ് നിങ്ങളീ കാണുന്നത്. അവൾക്ക് വീഡിയോ എടുക്കുന്നതെന്ന് കാണുമ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ കാണിക്കാൻ തോന്നും കേട്ടോ. എനിക്കാണെങ്കിൽ എപ്പോഴും അവളുടെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഓരോ വട്ടം വരുമ്പോഴും അവൾ വളർന്നു പോകുമോ എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ ഞാൻ എപ്പോഴും അവളെ തിരിച്ച് കയറ്റി വിടുന്നത്. അടുത്ത പ്രാവശ്യം വരുമ്പോഴും അവൾ ഇങ്ങനെ തന്നെ ഇരിക്കണം എന്ന് ഞാൻ എപ്പോഴും അവളോട് പറയാറുണ്ട്. കാരണം അവൾ ചെറുതായി തന്നെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അങ്ങനെ ട്രെയിൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ കിടന്ന് ഉറങ്ങുന്ന പോലെ അഭിനയിച്ചു കേട്ടോ. ചുമ്മാ കള്ളത്തരമാണ്, ഭയങ്കര കള്ളത്തരം കേട്ടോ കയ്യിലുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് പൊക്കിയെടുത്ത് കുറേ ഉമ്മയൊക്കെ കൊടുത്തു. അപ്പോഴത്തേക്കും ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനെയും പറഞ്ഞ് ട്രെയിനിൽ കയറ്റി കേട്ടോ. അങ്ങനെ പിന്നെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു അവർ ട്രെയിനിൽ കയറ്റി വിട്ടിട്ട് നമ്മൾ തിരിച്ചു പോന്നു. പോയപ്പോൾ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉടനെ തന്നെ അവർ തിരിച്ചു വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ കുഴപ്പമില്ലായിരുന്നു. അവർക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എപ്പോഴും ഇവിടുന്ന് പോകുമ്പോൾ. കാരണം എന്നെ മിസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.